അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. സൂറ ആൽ ഇംറാനിലെ 83 മുതൽ ആണ് നമ്മൾ പാരായണം ചെയ്തത്. 82 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ഞായറാഴ്ച എന്താ ക്ലാസ് എടുത്ത്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് വാക്കർത്ഥം പരിശോധിക്കാം. സാധാരണ പോലെ ആ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനുള്ളതാണ്. സലാം. ആ അൻതും, നിങ്ങളാണോ എന്നുള്ള ചോദ്യമാണ്. അൻതും, നിങ്ങളാണോ. ആ എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അല്ലാഹു, അല്ലാഹു ആണോ എന്ന് ചോദിക്കും. ഇവിടെ ചോദ്യം ചോദിക്കാണ്. ഗൈർ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് പുരാതന കാലത്തെ പഠിച്ചതാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഗൈർ എന്ന് പറഞ്ഞാൽ അല്ലാത്ത, ഒഴികെ. ഗൈറിൽ മഗ്ദൂബ്, കോപിക്കപ്പെട്ടവർ അല്ല. ഫഗൈറ, അല്ലാത്തതാണോ. ദീനില്ല, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ അല്ലാത്തതാണോ. യബ്ഗൂൻ, അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ അല്ലാത്ത മറ്റു വല്ലതുമാണോ. വലഹു, അവന് അസ്ലം, കീഴ്പ്പെട്ടിരിക്കുന്നു. മംഫിസ് സമാവാത്ത്, ആകാശങ്ങളിൽ ഉള്ളവർ. വൽ അർള്, ഭൂമിയിലും. തൗഅൻ, സ്വയം. വ കർഹൻ, നിർബന്ധിതമായി. വ ഇലൈഹി യുർജഊൻ, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്. റജഅ എന്ന് പറഞ്ഞാൽ
മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ യുർജഊൻ, അവർ മടക്കപ്പെടുന്നു. യുർജഊൻ എന്ന് പറയുമ്പോൾ മടക്കപ്പെടുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കി. നെജറാനിൽ വന്നിട്ടുള്ള ക്രൈസ്തവരും അവരുടെ നിവേദനവും അവരോടുള്ള സംവാദവും. എന്തോ ഒരു സംഗതിക്ക് അവരെ വിളിച്ചല്ലോ, എന്തിനായിരുന്നു അത്? മുബാഹലയാണോ മുഹാവലയാണോ? അത് പറയാനുള്ള പേടിയുണ്ടല്ലേ? പേടിച്ചു പറയാണ്ടിരുന്നാ മതി, എന്നാ പിന്നെ ഒന്നും പറയണ്ട. ആ അങ്ങനെ. പക്ഷെ അവര് അതിനൊന്നും നിന്നില്ല. അവര് ഞങ്ങള് ജിസിയ തരാം എന്ന് പറഞ്ഞ് ഒഴിവായിപ്പോയി. അപ്പൊ ആ സംഭവത്തിന്റെ തന്നെ തുടർച്ചയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ലേഖന സമാഹാരമല്ല. ഇത് കലാമാണ്, അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ. കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരം. അള്ളാഹുവിന്റെ കലിമ എന്ന് കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ വാക്കാണ്, സംസാരമാണ് ഖുർആൻ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ചിലപ്പോ ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് പറയും, ചിലപ്പോ അവിടെ ഉള്ള ആളെ നോക്കിയിട്ട് പറയും, ചിലപ്പോ ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് പറയും. ചിലപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത് അവരോട് നേർക്ക് നേരെ പറയും. ചിലപ്പോൾ വേറൊരു കക്ഷിയെ കുറിച്ച് പറയും, അല്ലെ? വേറെ ഒരു കക്ഷിയെ കുറിച്ച് ചിലപ്പോൾ പറയും. നമ്മൾ സാധാരണ നമ്മൾ സംസാരത്തിലും കാണുന്ന ഒരു കാര്യമാണത്. പ്രഭാഷണത്തിലും അത് ഉണ്ടാകാറുണ്ട്. ഈ പ്രഭാഷണം നടത്തുമ്പോൾ പലപ്പോഴും മുന്നിൽ വന്നിരിക്കുന്നത് ആ പ്രഭാഷകനെ കേൾക്കാൻ ഇഷ്ടമുള്ള, അതിനുള്ള അനുഭവമുള്ള ആളുകളായിരിക്കും. പക്ഷെ പ്രഭാഷകൻ ആരെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? ആരോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? വന്നിരിക്കുന്ന ആൾക്കാരോടായിരിക്കൂല. പിന്നെയോ അവിടെ സ്ഥലത്തില്ലാത്ത ആൾക്കാരോടായിരിക്കും. ഇത്തരമൊരു സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രതികരണത്തിന്റെ സ്വഭാവം മാറും. ആരോടെ പറയണത്? ആരോടെ പറയണത്? മുന്നിലുള്ളവരോടാണോ പറയണത്? അവര് ഇദ്ദേഹത്തെ പിന്താങ്ങിയും പിന്തുണച്ചും ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ പ്രഭാഷകൻ ആരോടാണ് പറയണത്? പറയുമ്പോ ആരോടാണ് പറയണത്? പക്ഷെ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം അത് ഞങ്ങളോടല്ല പറയണത്, അല്ലേ? അല്ലാതെ അത് ശരി ഞങ്ങൾക്കെതിരെ അപ്പൊ നിങ്ങൾ പറയണെന്ന് ചോദിക്കോ? ഇല്ല. ഇതൊക്കെ ഒരു പ്രഭാഷണ ശൈലിയാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ചിലപ്പോ മുനാഫിക്കുകളോട് തന്നെ സംസാരിക്കും പോലെ സംസാരിക്കും. ചിലപ്പോൾ പിന്നെ മുനാഫിക്കുകളെ കുറിച്ച് അവർ എന്ന് പറഞ്ഞ് സംസാരിക്കും. ചിലപ്പോൾ നിഷേധികളോട് നേർക്കുനേരെ സംസാരിക്കും. ചിലപ്പോൾ അവർ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കും. ഇതൊക്കെ സംസാരമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് വ്യത്യസ്തമായ രീതിയിൽ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഥ പറയും. അങ്ങനെ ആ കഥ മുഴുമിപ്പിക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് പറയും, ചിലപ്പോൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കും, ചിലപ്പോൾ ഒരു കർമ്മശാസ്ത്ര വിധി അതിനിടയിലൂടെ പറയും. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് സഞ്ചരിക്കും പോലെയാണ്, നമ്മുടെ കൽബ് സഞ്ചരിക്കും പോലെയാണ് പരിശുദ്ധ ഖുർആനും സംസാരിക്കുക. അപ്പൊ അല്ലാഹു തആല ഇവിടെ ഈ ക്രൈസ്തവരായ നിവേദക സംഘത്തെ സംബന്ധിച്ച് അവരുമായിട്ട് നടന്ന സംവാദം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പല കാര്യങ്ങളും പറഞ്ഞു. ഈ പല കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധമില്ലാത്തതല്ല, ഇതിനോട് ചേർത്തും കോർത്തും വെക്കാൻ പറ്റുന്ന, ചേരുവയും കോർവയും ഉള്ള കാര്യങ്ങളാണ്. എല്ലാറ്റിൻ്റെയും അസിലൊന്നായിരിക്കും. അത് ഇങ്ങനെ ബന്ധപ്പെടുത്തി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ പറഞ്ഞ് ഒരിടത്ത് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത്? അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവർ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഇത് വേദക്കാരെ സംബന്ധിച്ചാവാം. ഇനി വേദക്കാരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞതെങ്കിലും ആ വേദക്കാരുടെ സ്വഭാവം വെച്ചു പുലർത്തുന്ന ആരെക്കുറിച്ചുമാകാം. ആ വേദക്കാരെ പോലെ നമ്മളായാൽ നമ്മളെ കുറിച്ചുമാകാം എന്നർത്ഥം. പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സാങ്കേതിക ഒരു പദമാണ് ദീൻ എന്ന് പറയുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലെ? അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായിട്ടുള്ള ദീൻ ഏതാണ്? ഇസ്ലാമാണ്. ഈ ദീൻ എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ നിലയിൽ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത് മതം എന്നാണ്. ദീനുൽ ഇസ്ലാം ഈസ് ഈക്വൽ ടു ഇസ്ലാം മതം എന്നാണ് പറയാറുള്ളത്. അത് തെറ്റായ ഒരു കാര്യമല്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ശീലങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറത്ത് ചിലതിനോട് നമ്മൾ വഴങ്ങുന്നതിന്റെ പേരാണ് മതം എന്ന് പറയുന്നത്. നമ്മുടെ താല്പര്യം, വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം, നമ്മുടെ ശീലം, ഈ കാര്യങ്ങൾക്കപ്പുറത്ത് ചിലതിനോട് നമ്മൾ വഴങ്ങുകയാണ് മതം എന്ന് പറയുന്നത്. അത് ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഓരോരുത്തരും തോന്നിയ പോലെ ജീവിക്കുന്നതിനല്ല മതബോധം എന്ന് പറയാം. പിന്നെന്തിനാന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റെതായ ചില നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് ജീവിക്കുന്നതിനാണ് മതം. ഒരു ഹിന്ദു മതവിശ്വാസി കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ചാല് ഹിന്ദു മതത്തിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പാലിക്കൂല, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാൾ ഹൈന്ദവ മതാചാരപ്രകാരം വിവാഹം ചെയ്തു എന്ന് പറയില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു എന്നേ പറയുള്ളൂ. അപ്പോ ഹിന്ദുമതം എങ്ങനെയാണ്? ക്രിസ്തുമതം എങ്ങനെയാണ്? ക്രിസ്തുമതത്തിന് ഉദാഹരണം കേട്ടോ ഞാൻ കല്യാണം പറയണത്. അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ഒരു രീതിയുണ്ട്. ഇസ്ലാമിക വിവാഹ നിയമമുണ്ട്. വളരെ ലളിതമാണത്, വളരെ മനോഹരമാണത്. അത് മൊത്തം ദീൻ തന്നെ സുന്ദരായത് കൊണ്ടാണ് ഇപ്പൊ അതിലത്തുള്ള കല്യാണവും സുന്ദരാകുന്നത്. നമ്മൾ അതിന്റെ സൗന്ദര്യം കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ദീൻ ഉത്തരവാദിയല്ല. അപ്പോ മതം എന്ന് പറയും. അപ്പൊ ഒരാള് പറയാണ്, ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ പറയാണ്, ഞാൻ അങ്ങനെ ഒന്നല്ല കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാളുടെ തന്നിഷ്ടം ചെയ്യാണെന്നാണ്. അയാള് മതം അനുസരിക്കുന്നില്ല. അപ്പൊ മതം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താന്ന് ചോദിച്ചാൽ അതൊരു എന്താണ്? ഒരു കീഴടങ്ങലാണ്, അല്ലെങ്കിൽ ഒരു ഒതുക്കം ആണ്, കീഴ്വണക്കമാണ് മതം എന്ന് പറഞ്ഞാൽ. ദീൻ എന്നുള്ള പദത്തെ പരിശുദ്ധ ഖുർആൻ മറ്റു പല അർത്ഥങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊരർത്ഥമാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണോ? പ്രതിഫലം. അപ്പൊ ജസാ എന്ന ഒരർത്ഥം. ദീൻ എന്ന് പറയുന്നതിന് ജസാ, പ്രതിഫലം എന്ന ഒരർത്ഥമുണ്ട്. ജസാന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടി കേക്കട്ടെ. ഫ എന്നുള്ളൊരു അക്ഷരം മലയാളത്തിൽ ഇല്ല കേട്ടോ. ഫ എന്നുള്ളൊരു അക്ഷരമില്ല. നിങ്ങൾ അക്ഷരമാല ചൊല്ലി നോക്കാണ്ടി ഫ എന്നില്ല. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു ശരി. പ്രതിഫലം ഫാണ്. അപ്പോൾ ഭരണിയുടെ ഫ അല്ല.
പ്രതിഫലം. അപ്പൊ പ്രതിഫലം എന്ന് പറയുന്ന ആ ഫലം, ഫലഭൂയിഷ്ടം എന്നൊക്കെ പറയാം. അങ്ങനെയാണ്. ഇത് മലയാളം ക്ലാസ് അല്ല, എനിക്കിട്ട് മലയാളം അറിഞ്ഞും കൂടാ, അറിയണതൊക്കെ വെച്ച് പറയാണ്. ഇത്രല്ലേ കഴിയൂലേ? അപ്പോൾ ജസാ, പ്രതിഫലം എന്നൊരർത്ഥം. ഇനി അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ പരലോകത്തെ കളവാക്കിയവൻ എന്നാണ് എന്ന് മുഫസ്സിറുകളൊക്കെ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ മാലിക് യൗമിദ്ദീൻ. ഈ പ്രതിഫലവും യഥാർത്ഥത്തിൽ എന്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു നിയമവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മള് ഒരാളെ ജോലിക്ക് വെച്ചാൽ ആ ജോലിക്കാരൻ ജോലി ചെയ്താൽ നമ്മൾ അതിനുള്ള പ്രതിഫലം നൽകും, അല്ലെ? കൂലി കൊടുക്കും. പക്ഷെ കൂലി കൊടുക്കണമെങ്കിൽ ജോലിക്കാരൻ എന്ത് ചെയ്യണം? പണിയെടുത്താ പോരാ. ആത്മാർത്ഥത്തിന്റെ ഒന്നല്ല പ്രശ്നം. പറയണ പണിയെടുക്കണം. ഗുഡ്, അതാണ് പറയണ പണിയെടുക്കണം. ഷോപ്പിൽ നമ്മളൊരാളെ പണിക്ക് വെച്ചു, അയാൾ അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പണിയൊന്നും നല്ല എടുക്കണം വിചാരിക്കും. ഒരു ഷോപ്പിൽ പല ജാതി പണിക്കാരും വേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാല് അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളുണ്ടാവും. ആദ്യം നമ്മൾ അയാളെ കാണും, അല്ലേ? പിന്നെ അവിടെ നമുക്ക് എന്താ വേണ്ടി ചോദിക്കാനോ ഒത്താശ ചെയ്യാനൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ടോ, അങ്ങനെയുള്ള ആ പണി എടുക്കുന്നുണ്ടാവും. ചില ആൾക്കാർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കുറെ സാധനം എടുത്ത് അടുക്കി പെറുക്കി വെക്കുന്നുണ്ടാവും. ചില ആൾക്കാർ അവിടുത്തെ സ്റ്റോക്ക് എടുക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ കാണുന്ന പണിക്കാർ ധാരാളമുണ്ട്. ഇനി കാണാത്ത പണിക്കാർ വേറെ ഉണ്ടാവും. കാണാത്ത പണിക്കാർ ആരാന്ന് ചോദിച്ചാൽ ഇത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നവരെ നമ്മൾ കാണുന്നില്ല. അത് കൊണ്ടുവന്ന് സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിലോ അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ റൂമിലോ ഇരുന്നിട്ട് അതൊക്കെ റീപാക്ക് ചെയ്യുന്നവരെ നമ്മൾ കാണുന്നില്ല. നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള 250, 500, 1 കിലോന്റെ ഒക്കെ പാക്കറ്റ് കാണുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റിൽ ആക്കിയ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരാളല്ല, ഒരുപാട് ആൾ. അതിന് സ്റ്റിക്കർ ഒട്ടിക്കുക, വല ചെയ്ത്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ആ പണിയാണ് അവര് എടുക്കേണ്ടത്. അപ്പൊ ഒരാളോട് ഇത് റീപാക്ക് ചെയ്യണമെന്നും അതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെന്നും പറഞ്ഞു. അയാൾ പണി ഏൽപ്പിച്ചു. അയാൾ രാവിലെ തന്നെ വന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് അങ്ങനെ പോകും. അല്ല, ഞാനും പണിയെടുക്കുക, അത് ഓനും അങ്ങനെ തന്നെയല്ലേ, ഞാനും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചാലോ? അപ്പോ അയാൾക്ക് കൂലി കിട്ടൂല എന്ന് മാത്രല്ല, പിന്നെ അയാൾ എല്ലാ ദിവസവും വരേണ്ടി വരൂല. കാരണം അത് തീരുമാനമായി കിട്ടും. എന്റെ സ്വാതന്ത്ര്യത്തിൽ മുതലാളി കൈവച്ചിരിക്കുന്നു, അതെന്താ അങ്ങനെ? എന്നോട് വിവേചനം കാണിച്ചിരിക്കുന്നു. അയാൾ പൈസ ഉണ്ടെന്നു, ഞാൻ അപ്പുറത്ത് ചാക്കുണ്ടെന്നു. ഇതെന്തൊരു വിവേചനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ചാക്കുണ്ടെന്നോ ചാക്കെണ്ണണോ? അതിനാ മോൻ പൈസ ഇട്ട. പൈസ എണ്ണുന്നോ പൈസ എണ്ണണം, അല്ലേ? അതിനാണ് അയാളെ ഏൽപ്പിച്ചത്. അപ്പൊ ഓരോരുത്തരെയും പണി ഏൽപ്പിച്ച ആള് എന്ത് പണിയാണോ ഏൽപ്പിച്ചത് അപ്പണി ചെയ്താലാണ് കൂലി കിട്ടുക. കൂലിനെ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ പ്രതിഫലം കിട്ടുക, അല്ലേ? അപ്പൊ പരലോകത്ത് പ്രതിഫല ദിനമാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് ദുനിയാവിൽ വെച്ച് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്താല് അള്ളാഹ് പരലോകത്ത് വെച്ച് തരാന്ന് പറഞ്ഞ് നമുക്ക് തരും. അത്രല്ലേ ആണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏൽപ്പിച്ച പണി എടുക്കണതിന്റെ, നമ്മളോട് കൽപ്പിച്ച പണി എടുക്കണതിന്റെ പേരാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ മതം എന്ന് പറഞ്ഞാലും ഇതിന് പ്രതിഫലം എന്നൊരർത്ഥമുണ്ട്, അത് പറഞ്ഞാലും ഒക്കെ ചെന്ന് നിൽക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അല്ലാഹു തആല നമ്മളോട് എന്ത് കൽപ്പിച്ചോ അത് ചെയ്യണം എന്നിടത്താണ്. ഇനി നിങ്ങൾ സൂറത്ത് എവിടെ എത്തി പോതീറ്റ്? ഇപ്പോഴല്ല, നോമ്പല്ല ഇപ്പോ. നമ്മൾ ഓതുന്നുണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ടാവൂലേ? അങ്ങനെ എന്തെല്ലാം ജാതി ധാരണകളാണ് നമുക്ക് ഉള്ളത്. പല ധാരണകളും, നമ്മളൊക്കെ പല ധാരണ പുറത്താണ് ഇങ്ങനെ പോണം. നിങ്ങൾക്ക് എന്നെ പറ്റി പല ധാരണയും, നിങ്ങളെ പറ്റി പല ധാരണ. അന്ന് പൊളിയാണ്ട് അങ്ങനെ പോയിക്കോട്ടെ, അതാണ് ഇപ്പൊ നല്ലത്. പക്ഷെ ഇതെല്ലാം പൊളിയേണ്ട ഒരു ദിവസം വരാനുണ്ട്. അവിടെ എല്ലാം അറിയും പൊളി.
ആ മറ പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനം കെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ സൂക്ഷ്മത എനിക്കുണ്ടായ ഞാൻ കഴിച്ചില്ലേ, ഇങ്ങക്ക് ഉണ്ടായ നിങ്ങള് കഴിച്ചില്ലേ. ദുനിയാവില് പല ജാതി മറകളും ഉണ്ടാവും, പക്ഷെ പരലോകത്ത് മറയൊന്നും ഉണ്ടാവും. ആ അപ്പൊ സൂറത്തു നൂർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. കണ്ടവര് കൈവന്തിക്ക് സൂറത്തു നൂർ. അതാണ്. ഓക്കെ. സൂറത്തു നൂർ കണ്ടവര് കൈവന്തിക്കാൻ പറഞ്ഞിട്ടും ചില ആൾക്കാർ കൈവന്തിച്ചില്ല. എന്താന്ന് വെച്ചാല് ഇതിപ്പോ എന്ത് കൈവന്തിക്കാനാണ് എന്നുള്ള ആൾക്കാണ്, ഇയാള് തമാശക്കാണ് എന്നുള്ള ആൾക്കാണ്. ഞാൻ കൈവന്തിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോ നമ്മക്ക് ക്ഷീണം കൂടും. നമ്മള് കൈയും കാലൊക്കെ ഒന്ന് പൊന്തിച്ച് താത്തൊക്കെ ചെയ്താല് നമ്മള് രാത്രിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത്താഴം കഴിച്ച് കിടന്നുറങ്ങാണല്ലോ പല ആൾക്കാരും. ഇപ്പൊ നമ്മൾ ഉറങ്ങാണ്ട് വന്നോലാണല്ലോ. ഈ ഞായറാഴ്ച രാവിലെ നമ്മള് പല വീടുകളിലും അർദ്ധരാത്രി പോലെയാണ് ഇപ്പൊ പോയാൽ ഉണ്ടാവും അല്ലെ. പക്ഷെ അതിലൊന്നും നിൽക്കാതെ വീണു പോവാതെ അവിടുന്ന് എണീറ്റ് വന്ന ത്യാഗം സഹിക്കുന്ന വലിയ മഹാന്മാരും മഹതികളുമാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങൂലേ. അപ്പൊ നിങ്ങള് വലിയ സംഭവം തന്നെയാണ്. പക്ഷെ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ എന്താക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കൈവന്തിക്കാൻ. അപ്പൊ കൈവന്തിച്ചാ ഒന്ന് ശരിയാവും. ശരി, നമുക്ക് ഇനിയും കൈവന്തിക്കാം. ആ സൂറത്തിൽ വ്യഭിചാരികളെയും വ്യഭിചാരിണികളെയും അടിക്കാൻ പറയുന്നുണ്ട്, അതായത് ശിക്ഷിക്കാൻ പറയുന്നു. അതൊരു ക്രിമിനൽ നിയമമാണ്, സിവിൽ നിയമമല്ല. അപ്പൊ അവിടെ ഒരു ക്രിമിനൽ നിയമത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയാണ്, വലാ റഅഫത്തും ഫീ ദീനില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമം പാലിക്കുന്നിടത്ത് അവരോട് നിങ്ങൾക്ക് അനുകമ്പ തോന്നരുത്. അപ്പോ വ്യഭിചാരിക്ക് ഈ ശിക്ഷ എല്ലാം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. 4 സാക്ഷി ഉണ്ടാകുമാറ് വ്യഭിചരിക്കുന്നവരെയാണ് ഇസ്ലാം ശിക്ഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ 4 സാക്ഷിയൊക്കെ ഉണ്ടായി കോടതി ഇദ്ദേഹത്തിന് വിധി, അത് നമുക്ക് ഓരോരുത്തരും തോന്നിയ പോലെ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല. അതിന് വ്യവസ്ഥാപിതമായ കോടതി വേണം, ഒക്കെ വേണം. അങ്ങനെ കോടതി ഒരാളെ 100 ജൽദ 100 അടി അടിക്കാൻ വേണ്ടി വിധിച്ചു. അടിക്കാൻ പോയി നോക്കുമ്പോ ആള് കണ്ണുമുറ കണ്ടിട്ട് എന്ത് തോന്നുക, ഒരു എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഉണ്ട്. അതെന്ന് വെച്ചാല് ഇയാളോടൊരു അങ്ങനെ അങ്ങനെ ഇയാളെ തല്ലാൻ തോന്നണില്ല. അതൊക്കെ അതിന്റെ ഭാഗ. അങ്ങനെ അങ്ങനെ മെല്ലെ ഇങ്ങനെ അങ്ങനെ അടിച്ചോന്ന് വെച്ചാൽ അടിച്ച്. നമ്മൾ കുട്ടികളെ പറ്റിക്കാൻ ചിലപ്പോ ചെയ്യലേ, 2 ആള് നമ്മൾ തല്ലുണ്ടാക്കി നമുക്ക് ഓനെ അടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കണം. അപ്പൊ മറ്റൊരു സന്തോഷമായി പോയി, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു റഅഫത്ത്, ഒരു അനുകമ്പ, ഒരു ദയ നിങ്ങൾക്ക് അവരോട് തോന്നരുത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അനുകമ്പ തോന്നണം എന്നാണ് മൊത്തത്തിൽ അള്ളാഹ് പഠിപ്പിച്ചത്. എല്ലാരോടും റഅഫത്ത് ഉണ്ടാവണം എന്നാണ്. റഊഫാണല്ലോ, അള്ളാഹു തന്നെ റഊഫാണ്, നമ്മൾ അബ്ദുർ റഊഫാണ്. അപ്പൊ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ആൾക്കാരോടൊരു അനുകമ്പയും ദയയും ഒക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കേസ് അതല്ല. ഇത് ആരാന്ന് ചോദിച്ചാൽ അയാൾ കുറ്റവാളിയാണ്. അപ്പൊ അയാൾക്കെതിരെ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾക്കൊരു അനുകമ്പ തോന്നണ്ട എന്ന് സൂറത്തു നൂറിൽ പറഞ്ഞപ്പോൾ എന്തിൽ അനുകമ്പ തോന്നണ്ട എന്നാണ് പറഞ്ഞത്? ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ ദീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ക്രിമിനൽ ലോ എന്നതാണ്. അവിടെ അത് ആ നിയമം നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് തോന്നണ്ട, അനുകമ്പ തോന്നണ്ട. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്ന, ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ല ദീൻ എന്ന് പറയുന്നതിന്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത് എന്ന് അങ്ങ് ചോദിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് അർത്ഥം പറയാൻ കഴിയുകയാണെങ്കിൽ പറ്റുക, അള്ളാഹു അറിയിച്ചു തന്ന ജീവിത വ്യവസ്ഥയല്ലാതെ മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത്?
അപ്പോൾ സിവിലും ക്രിമിനലും ഒക്കെ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹു അയച്ചു തന്ന ഒരു ജീവിത വ്യവസ്ഥയുണ്ട്. അതിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിടത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ദീനായിട്ട് നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും ഇപ്പറഞ്ഞതുപോലെ ഒട്ടേറെ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. റസൂലിനെ അള്ളാഹു അയച്ചത് ഈ ജീവിത വ്യവസ്ഥയും സന്മാർഗവുമായിട്ടാണ്. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ ദീനുകളേക്കാൾ മേലെ ഈ ദീനിന് സ്ഥാനം നേടാൻ, ഇളുഹാർ ഉണ്ടാക്കാൻ എന്നാണ്. മുശ്രിക്കുകൾക്ക് എത്ര വെറുപ്പുണ്ടായിട്ടും കാര്യമല്ല, അത് നിങ്ങൾ പരിഗണിക്കണ്ട. അപ്പൊ അവിടെയും പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുള്ള ജീവിത വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ജീവിത വ്യവസ്ഥയെ, അള്ളാഹു താല നൽകിയിട്ടുള്ള ജീവിത വ്യവസ്ഥയെ അല്ലാതെ മറ്റു വല്ലതുമാണോ അവർ തേടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിനോട് ഏതാണ്ട് ഒരു സാദൃശ്യമുള്ള വേറൊരു ചോദ്യമുണ്ട്. അഫഹുക്മുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ. ഇവിടെ ആ എന്ന ചോദ്യമുണ്ട്, അഫഗൈറ എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ അഫഹുക്മുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, അവർ ജാഹിലിയത്തിന്റെ വിധിയാണോ തേടുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവിന്റെ വിധി ഉണ്ടായിരിക്കെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഉണ്ടായിരിക്കെ, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അള്ളാഹു നിയമം ഉണ്ടാക്കിയിരിക്കെ, അള്ളാഹുവിന്റെ നിയമമല്ലാതെ ജാഹിലിയത്തിന്റെ നിയമങ്ങളാണോ, വിധിയാണോ, ഹുക്കും വിധിയാണോ അവർ തേടുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. ഇനി ഇതേ ആയത്തിൽ ഇതിനോട് തുടർന്ന് അള്ളാഹ് പറയാണ്, വലഹു, അവന്. ആർക്ക്? അവനെന്ന് പറഞ്ഞാല് അള്ളാഹു. അതിന് തൊട്ടുമ്പോ പറഞ്ഞതിനോടാണ് ഇത് ചേരുക. അള്ളാഹുവിന് അസ്ലമ, കീഴ്പ്പെട്ടിരിക്കുന്നു. എന്താണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്? മംഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിൽ ഉള്ളതും. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ളത് സകലതും എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയില്ലേ രാവും പകലും പണിയെടുത്തു പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലൈലം വനഹാറ, നിർത്താതെ പണിയെടുത്തു എന്നാണ്. എല്ലായ്പ്പോഴും പണിയെടുത്തു, അങ്ങനെയാണ്. നേരം വെളുക്കോളും ബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരം വെളുത്ത ബസ് നിന്ന് പോകും. പകലേതായാലും ഉണ്ട്. നമ്മൾ പറയൂലേ നേരം വെളുക്കോളും ബസ് ഉണ്ട്, ഹൈവേ പോയി നിന്നാ മതി, നേരം വെളുക്കോളും ബസ് ഉണ്ട്. അപ്പൊ ഒരാൾക്ക് എന്താ മനസ്സിലാവുക? ഓ നേരം വെളുക്കുന്നതിന് മുമ്പ് പോകണം, കാരണം നേരം വെളുത്ത അവന് ബസ് ഉണ്ടാവൂല. അങ്ങനെയാണോ? അല്ല. കാരണം നേരം വെളുത്ത ഏതായാലും ഉണ്ട്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാ നാട്ടിലും ഉള്ളതല്ലേ, പകല് ബസ് ഓടും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത രാത്രിയും ബസ്സുണ്ട്, അതിനാണ് നേരം വെളുക്കോളും എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ചില പദങ്ങൾ ആ പദത്തിന്റെ അർത്ഥത്തിനപ്പുറത്ത് പലതും നമുക്ക് പറഞ്ഞു തരും. ഇപ്പോ ആകാശങ്ങളിലുള്ളതും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ഭൂമിയിലുള്ളതും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ളത് എവിടോ പോയി എന്നല്ല, അതേതായാലും ഉണ്ട്. അപ്പൊ പ്രപഞ്ചമഖിലം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. പ്രപഞ്ചമഖിലം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത് ഖുർആന് ഒരിടത്തല്ല ഒരുപാടിടത്ത്
പറഞ്ഞ ഒരു കാര്യമാണ്. ആ എവിടെയാ പറഞ്ഞത് വേറെ? ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എവിടെയാണത്? എവിടെയത് ആയത്ത്? പോരായി കേട്ടോ, ഒരു പോരായി തന്നെയാണ് ഇതൊക്കെ. ഒരു ഉറപ്പില്ലല്ലോ ഇപ്പൊ ഇതിന്. മറ്റോലാണ് മരിച്ചോടത്തുനിന്നെങ്കിലും ഓതു. ഇതത് വേണ്ട ആദ്യം പറഞ്ഞോണ്ട് മരിച്ചോടത്തുനിന്നുള്ളത് ക്യാൻസലായി. ഇപ്പൊ രാവും പകലും ബസ്സില്ലാത്ത മാതിരിയാണ്. അവിടെ അതില്ല, ഇവിടെ ഇല്ലാത്തൊരു കോലായിപ്പോയി. അത് പറ്റൂല കേട്ടോ. മിക്കവാറും വീടുകളിലൊക്കെ സൂറത്തുൽ വാഖിയ ഓതും മഗ്‌രിബിന് ശേഷം. നമ്മളിതല്ലോ ഒരു കൂട്ടർക്ക് ഏൽപ്പിച്ചു കൊടുത്താല് അതൊക്കെ ഓരോ ഓതിക്കോട്ടെ എന്നുള്ളതാണ്. അങ്ങനല്ല കേട്ടോ. നമ്മള് കളകളെ കളയുന്നതിനിടയിൽ വിളകൾ കളയാതെ കരുതണം. കളകൾ ഒഴിവാക്കാണ്, അപ്പൊ അതിന്റെ ഇടക്ക് വിളകൾ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. സ്വലാത്തൊക്കെ അതിൽ പെട്ടതാ, അതൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പൊ ഒരു കൂട്ടർ സ്വലാത്ത് വാർഷികം കഴിക്കുകയാണ്. അപ്പൊ നമ്മള് മൊത്തത്തിൽ അത് തന്നെ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അപ്പോ പിന്നെ സ്വലാത്ത് അതിൽ പെട്ടതാണ്, ദിക്റുകൾ അല്ലെ, ദ്വാകൾ ഒക്കെ അതിൽ പെട്ടതാണ്. 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ നിസ്കാരത്തിന് ശേഷമുള്ളതിനാണ് എണ്ണം പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തതിനൊന്നും എണ്ണം പറഞ്ഞിട്ടില്ല. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ഇഷ്ടമുള്ള അത്ര ചൊല്ലിക്കോളി. എന്നാലും ഒരു എണ്ണിച്ചൊല്ലലാണ് നല്ലത്. പക്ഷേ അതൊന്നും വിട്ടുപോകരുത് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ യാസീനും പറഞ്ഞ മാതിരി യാസീൻ ഓതല് നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ഖുർആൻ ഓതലിനെ ഒഴിവാക്കരുത്. മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും പാരായണം ചെയ്യുക, സുന്നത്തല്ലേ. അങ്ങനെ ആയത്തുൽ കുർസി ഓതുക, അങ്ങനെയുള്ള കുറെ സംഗതി ആവട്ടെ. അപ്പൊ ഏതായാലും ഈ ഓതിയത് യാസീൻ തന്നെയാണ്. والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ചന്ദ്രന് നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചന്ദ്രനെ അമ്പിളിമാമൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടേ ചന്ദ്രന് മണ്ഡലം നിശ്ചയിച്ചു പറഞ്ഞാല് അങ്ങനെ വിചാരിക്കരുത്. അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെ ആയിരിക്കുന്നു. ലശംസു യംബഗി ലഹാ, മനസ്സിലായോ? അൻ തുദ്രികൽ ഖമർ, ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ അവിടെ ഓവർടേക്കിന്റെ പ്രശ്നമില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, പകലിനെ മറികടക്കാൻ രാവിനും കഴിയുകയില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ നീന്തിത്തുടിക്കുക. യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ നീന്തിത്തുടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുള്ള റോഡിന് പോകും പോലെ അല്ല, വളരെ സ്മൂത്ത് റണ്ണിങ് ആണ്, സ്വിമ്മിങ് മോഡലാണ് എന്നർത്ഥം. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥക്ക് കീഴിലാണ് അത് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ടാണ്. എല്ലാം നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ. അപ്പൊ അതൊക്കെ അതിൻ്റെതായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ വഴി ഏതാണ്? അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്ത വഴിയാണ്. അതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചാണ് അതൊക്കെ ഉള്ളത്.
നമ്മള് അതേപോലെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതിൻ്റെതായ സ്ഥലത്ത്, നമ്മളെ കൂട്ടിലല്ല കേട്ടോ. നമ്മള് കൂട്ടിലിട്ടിട്ട് നമ്മൾ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ അത് മെലിഞ്ഞൊട്ടി ഉണങ്ങി ചത്തു. അതേ സമയത്ത് കാട്ടിലുള്ള ഒരു പക്ഷി അതിന് ഭക്ഷ്യക്ഷാമം, ഭക്ഷ്യപ്രതിസന്ധി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. അത് ഒഴിഞ്ഞ വയറുമായിട്ട് അതിന്റെ കൂട്ടിൽ നിന്ന്, അത് താമസിക്കുന്നിടത്തുനിന്ന് പകല് പറന്നു പോയാൽ അതിന്റെ വയറ് നിറഞ്ഞ് അതിന്റെ കുട്ടിയൊക്കെ ഉള്ളതുമായിട്ട് അത് വരും. എവിടുന്ന് അറിയില്ല. നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ പല പക്ഷികളെയും കാണാം. ഇറ്റുങ്ങളൊക്കെ രാത്രി എവിടെ പോയി കിടക്കുന്നത്? പെരും മഴയത്ത്. ഇതൊക്കെ എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉറുമ്പില്ലേ, ഉറുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ ഉറുമ്പ് ഒലിച്ചുപോവും, ചത്തുപോവുകയൊക്കെ ചെയ്യും. പെരും മഴയത്ത് ആ ഉറുമ്പ് വളരെ സുരക്ഷിതമായിട്ട് കഴിയുന്നു. അതിന്റെ ഭക്ഷണം അത് മഴ ഇല്ലാത്തപ്പോ തന്നെ കൊണ്ടുപോയി വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു മെലിഞ്ഞ ഉറുമ്പിനെ കാണാൻ പറ്റൂല. ആകെ മെലിഞ്ഞ് അന്തം കെട്ട് ഒരു ക്ഷയം പിടിച്ച മാതിരി ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു വയന്നുറുമ്പ്, അതുണ്ടാവില്ല. ഉറുമ്പ് എപ്പോഴും, ഉറുമ്പിനെ നമ്മൾ ചെറുതാണെങ്കിലും അതിനൊന്ന് ഫോട്ടോ എടുത്തൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കും. ഉറുമ്പ് നല്ല നല്ല ആരാണ് അല്ലേ? അങ്ങനെ എല്ലാ പക്ഷികളും അങ്ങനെയാണ്, എല്ലാ കാട്ടിലെ ജന്തുക്കളും അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മെലിഞ്ഞ മത്തി, കുഞ്ഞമത്തി അല്ല ഞാൻ പറഞ്ഞത്, ഒരു മെലിഞ്ഞ എല്ലും തോലായ മത്തി അങ്ങനെ ഉണ്ടാവൂല. നല്ല ഉഷാറായിട്ടുള്ള മത്തിയൊക്കെ ഉണ്ടാവും അല്ലേ? എന്താണ്, ഈ കാട്ടിലായാലും കടലിലായാലും ഭൂമിയിലായാലും അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് അതൊക്കെ ജീവിക്കുന്നത്. ഓല് സ്വന്തമായിട്ട് വേറെ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഇന്ന് മുതൽ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് തന്നെ ഇങ്ങനെ നീന്തി തുടിച്ചു പോവാണ്. ഒന്നൊന്നിനെ ആക്രമിക്കാനോ ഒന്ന് വേറൊന്നിനെ മറികടക്കാനോ. ജന്തുലോകത്ത് ഓരോന്നും അതിന്റെ ഇര തേടാറുണ്ട്. ഇര തേടും. അത് അള്ളാഹ് ഉണ്ടാക്കിയ ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ട്. നമ്മൾ ബയോളജിയിൽ പണ്ട് പഠിച്ചത്, അങ്ങനെ ഏറോ മാർക്കറ്റ് ഇട്ട് ഇങ്ങനെ പഠിച്ചില്ലേ, അത് തന്നെ. അതൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അതൊന്നും ഒരു തെറ്റിക്കുകയില്ല. നമ്മൾ കുറെ ആയാലും ചോറ് നിറഞ്ഞ് മന്തിയാക്ക നമ്മളങ്ങനെ വിചാരിക്കും. അതേ സമയത്ത് ഇവർക്ക് കുറെ ആയാലും ഞാൻ ഇത് നിറഞ്ഞ മറ്റവന് പോയി തിന്നട്ടെ എന്നില്ല. വലുതായ ലെവലിൽ ഇങ്ങനെ പോവാ. ഇനി ഭക്ഷണം കഴിച്ച് വിശപ്പൊന്നുമില്ലാത്ത ഒരു നേരത്താണെങ്കിലോ വെറുതെ പോയി കൊല്ലുകയില്ല, വെറുതെ കൊല്ലൂല. ആ മനുഷ്യൻ മാത്രം വെറുതെ കൊല്ലുന്ന ടീം മനുഷ്യന്മാർ. അപ്പൊ ഈ ജന്തു ലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ പറയുമ്പോ കോയമ്മ, എന്താ കോയി അമ്മ, കോഴി ഉമ്മ എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മള് കോഴി അമ്മ എന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ട്. അമ്മ, നമ്മളുമ്മനെ തന്നെ അമ്മ എന്ന് വിളിക്കണേന് തെറ്റൊന്നുള്ള ഒരു കാര്യമല്ല കേട്ടോ. അത് മലയാള ഭാഷന്റെ പ്രത്യേകത. നമ്മളെ പാലക്കാടൊക്കെ ഉള്ള ആളുകൾ അധികം അമ്മ എന്നാ വിളിക്കും. അന്നൊരു തെറ്റാന്നല്ല ഞാനീ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് പറയുന്നു. നമ്മളിവിടെ അമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ മുസ്ലിം അല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലേ? തള്ളപ്പശുവിനെയും കിടാവിനെയും കാണിച്ചിട്ട് പറയൂ, ഈ കിടാവിനെ കാണിച്ച് ഇതിന്റെ അമ്മ എന്ന് പറയും. അപ്പൊ എന്താ വെച്ചാ പശു എന്താണ്? അതായത് അപ്പൊ അങ്ങനല്ല യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത്. ആകാശത്തും ഭൂമിയിലുമുള്ള എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സൃഷ്ടിജാലങ്ങളും വലഹുവസ്സലം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ മുസ്ലിമാണ് എന്നതാണ് കാഴ്ചപ്പാട്. ഇനി പശു മുസ്ലിമാണ് എന്ന് പറഞ്ഞു കളഞ്ഞു എന്ന് ബേജാറാക്കണ്ട. ഇത് ഞാനാ പറഞ്ഞത് ആ സമുദായ മുസ്ലിം അല്ല. ഇപ്പോ പല മൃഗങ്ങൾക്കും ഉണ്ടല്ലോ മതമൊക്കെ. ആട് പൊതുവിൽ മുസ്ലിമാണ് അല്ലേ? ആട് മുസ്ലിമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പശു ഹിന്ദു ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ താറാവ് ഒക്കെ ക്രിസ്ത്യാനിയായിട്ടാണ് പൊതുവിൽ അങ്ങനെ അറിയുന്നത്. അങ്ങനെ നമ്മൾ തന്നെയല്ല ഇപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആന ഹിന്ദു ആണ്, അല്ലാണ്ട് സുലൈമാൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടാവില്ല.
ആനന്റെ പേരൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി. ആ ആനന്റെ പേര് അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് ഒരു മുത്തുക്കോയ എന്ന് പറഞ്ഞൊരു ആന, അങ്ങനൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ആന അങ്ങനെ നടക്കും, അതാണ്. അപ്പൊ ഓരോന്നിനും നമ്മള് മതം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെതാണ്. പിന്നെ നമുക്ക് ചിലതിനോട് ശത്രുതയുണ്ട്. ആ ശത്രുതയിൽപ്പെട്ട ഒന്ന് നായി. നായിനെ കണ്ട കല്ലെടുത്തെറിയുന്ന, ശരിക്ക് മഹാമുത്തക്കീങ്ങളായ ഗുഹാവാസികളുടെ കൂടെ തന്നെ നായി ഉണ്ടായിരുന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നമ്മള് എന്താന്ന് വെച്ചാൽ നായിനെ കണ്ട നമുക്കെന്തോ അങ്ങനൊക്കെ ഉണ്ട്. എന്തായാലും പോട്ടെ. പക്ഷെ അള്ളാഹു പറയുന്നതും നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പന്നിയാണെങ്കിലും ഈ പന്നി മുസ്ലിമാണ്. ഏത് പന്നി മുസ്ലിമാണ്? ഇത്ര എന്തെല്ലാം മുസ്ലിമാരും പന്നി മുസ്ലിമാകാൻ പറ്റൂലായിരുന്നതാണ്. അല്ല, പന്നിനെ നമ്മൾ തിന്നാൻ പാടില്ലാതേ ഉള്ളൂ. പന്നി മുസ്ലിമാണ്. കാരണം അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജന്തുവാണ് പന്നി. പന്നിനെ പ്രത്യേകിച്ച് ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. ക്ലീൻ ചെയ്യുമ്പോ ഇന്നതേ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ക്ലീൻ ആവോ? ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ളതെല്ലാം ക്ലീൻ ആക്കണ്ടേ? അതാ പന്നി ചെയ്യുന്നത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിസർജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? അതിന്റെ പണി ക്ലീൻ ആക്കലാണ്. ഇതാണ്. അപ്പൊ പന്നി മുസ്ലിമാണ്, നായി മുസ്ലിമാണ്, മനസ്സിലായില്ലേ? എല്ലാം മുസ്ലിമാണ്. അത് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാപ്പള, OBC, പിന്നോക്ക, അധസ്ഥിത വർഗം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അങ്ങനല്ല. നമുക്ക് മുസ്ലിം എന്ന് കേട്ടാ ഉടനെ നമ്മളെ മുമ്പിലേക്ക് വരിക OBC, അല്ലെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, സംവരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരിക. അതിനെ പറ്റിയല്ല. അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നിരിക്കെ അവർ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതിന്റെയും പിറകെ പോവുകയാണോ? ഇതാണ് ചോദ്യം. ഇനി രണ്ട് വാക്കുകൂടി അവിടെ പറയുന്നുണ്ട്. തൗഅൻ വകർഹ എന്നാണ്. സ്വയം സന്നദ്ധമായും നിർബന്ധിതമായും രണ്ട് നിലക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുന്നുണ്ട്. രണ്ട് നിലക്ക് കീഴ്പ്പെടുന്നുണ്ട്. ഒന്ന് തൗഅനാണ്, മറ്റൊന്ന് കർഹനാണ്. ഒന്ന് സ്വന്തം ഇഷ്ടപ്രകാരം, മറ്റേത് നിർബന്ധിതമായി. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും, സകല മനുഷ്യരിലും ഈ രണ്ട് ഭാഗമുണ്ട്. അതായത് നിർബന്ധിതമായി മുസ്ലിം ആകുന്ന ഒരു ഭാഗം കൊടും ഭീകരനായ നെതന്യാഹുവിൽ വരെയുണ്ട്. ലോകത്ത് ഇപ്പൊ പറയാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഒരു പിശാച് അതാണല്ലോ. അയാളിൽ പോലും എന്തുണ്ട്? മുസ്ലിം. മൈക്ക് തന്നെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അത് വലിയ സംഗതിയാണ്. ചില ആൾക്കാരെ പറയട്ടോ, നോമ്പിന് അങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ? നെതന്യാഹുന്നും മോഡി എന്നൊക്കെ പറയാൻ പറ്റുമോ? നോമ്പല്ലേ, നമ്മളിപ്പോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഖുർആൻ എടുത്ത് ഓതുമ്പോ അതിൻ്റെ അകത്ത് ഹാമാൻ, ഫിറഔന്, പിന്നെ അതേപോലെ കാറൂന്, അബൂലഹബ് ഒക്കെ മുന്തിയ ആൾക്കാരപ്പത്. ഓരോരുത്തൊന്നും ഏതായാലും എത്തൂല. ഫിറൗന്റെ അടുത്തൊന്നും നമ്രൂദ്, ഇതിന്റെ ഒന്നും അടുത്ത് നെതന്യാഹു ഒന്നും എത്തൂല. നെതന്യാഹുവിനെ പോയി കണ്ട സാഹിബ് എത്തൂല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇതൊന്നും പറയണ്ട വിചാരിച്ചു നോമ്പാണ്, ഇതൊന്നും പറയണ്ട എന്നിട്ട് ഖുർആൻ ഓതുകയും. അപ്പൊ ഖുർആനിലുള്ളത് ഈ ആൾക്കാരെ പറ്റിയാണ്. നമ്മള് പൊതുവിൽ പത്രം വായിക്കുന്നല്ല നോമ്പിന്. എന്താ വെച്ചാൽ ഈ അലമ്പ് വാർത്ത വെറുതെ എന്തല്ല അവരത് ചെയ്തു, ഇവര് ചെയ്തു, മറ്റേ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ പോയിരിക്കുമ്പോ അതില് ജൂതന്മാര് ചെയ്ത അലമ്പ്, ക്രിസ്ത്യാനികൾ ചെയ്ത അലമ്പ്, അല്ലെ, അൽബക്കറയൊക്കെ നമ്മൾ പഠിക്കില്ല, ഒരു ചെയ്ത അലമ്പാണ് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിശുദ്ധി എന്ന് പറയുന്നത് നമ്മള് ചുറ്റുപാടുള്ളൊന്നും അറിയാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലക്ക് ഇങ്ങനെ പോകുന്ന ഒരു വിശുദ്ധിയാണ്. പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്ന വിശുദ്ധി അതല്ല. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലും ഒക്കെ നോക്കണം.
അതിൻ്റെ അകത്ത് തോന്നിയാസം കളിച്ചോലുണ്ട്, ഓലയും പറ്റി പഠിക്കണം. നല്ലോണം ജീവിച്ചുകൊണ്ട് ഓലയും കുറിച്ച് പഠിക്കണം. മഹാധിക്കാരികളും അധർമ്മകാരികളും മർദ്ദകരുമായ ഭരണാധികാരികളുണ്ട്, അവരെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഫിർഔൻ എന്ന് നമ്മൾ ഖുറാൻ ഓതി അതിനും കിട്ടും 10 ഇരട്ടി കൂലി. അതെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഭയങ്കര സംഭവല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കാലത്തെ ഫിറോവിനെ പറ്റി പറഞ്ഞാലും ഇങ്ങ് കൂലിച്ചു. അപ്പോ റമദാൻ കഴിഞ്ഞിട്ട് പറയാന്നല്ല, റമദാനിലാ തോനെ പറയേണ്ടി, കാരണം റമദാനിലാണ് ബദർ ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കി വെച്ചമായതൊന്നല്ല ഇത് വേറെ സാധനമാണ്. കാരണം റമദാനിലാണല്ലോ ബദർ ഉണ്ടായത്. റമദാനിൽ ബദർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ റമദാൻ ഏതായാലും നിസ്കരിക്കുകയും നോമ്പൊരുക്കുകയും നോമ്പൊറപ്പിക്കലും ഇത്തിക്കാപ്പും ഒക്കെ ആയിട്ട് കൂടിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തിലാക്ക ബദർ എന്ന് അള്ളാഹ്ക്ക് വേണേ തീരുമാനിച്ചുകൂടായിരുന്നു. അബു സുഫിയാനോടും ടീമിനോടൊക്കെ പിന്നെ വരാൻ പറയാൻ അല്ല. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാല് ദുനിയാവായിട്ട് ബന്ധമില്ലാതെ ഇറക്കണതിന്റെ പേരല്ല, കൂടുതൽ ദുനിയാവിലേക്ക് ഇറങ്ങണതിന്റെ പേരാണ്. പക്ഷെ അടിസ്ഥാനം ദീനിൽ നിന്ന് വിട്ടുപോകരുത്. അപ്പൊ തൗഅൻ വകർഹൻ, ഒന്നുകിൽ നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ സ്വന്തം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നെതന്യാഹുവിൽ പോലും മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞ എന്താണ്? നെതന്യാഹുവിൽ പോലും മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും കാലുകൊണ്ട് നടക്കാനും കൈകൾ കൊണ്ട് പ്രവർത്തിക്കാനും, അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ ഞാൻ നെതന്യാഹു ആണ്, ഞാൻ ഇനി നെതന്യാഹു എന്ന് പറഞ്ഞിട്ടേ പിന്നെ ഞാന് ഇതാണ് നമ്മുടെ അവന്റെ പേര് പറയും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇനി കാതുകൊണ്ടാണ് കാണുക എന്ന് പറയാൻ കഴിയില്ല, ഞാൻ ഇനി കണ്ണുകൊണ്ടാണ് കേൾക്കുക എന്ന് പറയാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, അവിടെ മനുഷ്യനിർമ്മിതമായ ഒരു വ്യവസ്ഥയുമല്ല, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ ശരീരം അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത്, ദഹന പ്രക്രിയ നടക്കുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. അതാണ് കർഹൻ, നിർബന്ധിതമായി എന്ന് പറയുമ്പോ അതാണ്. മനുഷ്യരിൽ തന്നെയുള്ള ഒരു നിർബന്ധിതാവസ്ഥയും. ഇനി വ്യത്യസ്ത സംഗതി, ഇപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നാളെ എനിക്ക് പടിഞ്ഞാറ് ഉദിക്കട്ടെ എന്ന് വിചാരിക്കാനൊന്നും കഴിയില്ല. അതും നിർബന്ധിതമായി അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിർബന്ധിക്കാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ഒരു സിദ്ധി അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതാണ് കണ്ണുകൊണ്ട് എന്ത് കാണണം, കാതുകൊണ്ട് എന്ത് കേൾക്കണം എന്നുള്ളയിടത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമാവും. അയാളാ മുസ്ലിമാവും, അയാളെ മുസ്ലിം ആവുള്ളൂ. മനസ്സിലായില്ലേ? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ, എന്നിട്ട് അവന്റെ അടുത്തേക്ക് തന്നെയാണ് മടക്കം എന്ന് പറയുന്നു. അപ്പൊ ഇത് വേദക്കാരോട് ചോദിച്ചതല്ലേ, നമ്മളോട് ചോദിച്ചല്ലോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഖുറാനിൽ നമ്മക്കുള്ള ഒറ്റ ആയത്തും ഉണ്ടാവൂല, അക്കോടിക്കാർക്കുള്ള ഒരായത്ത് അങ്ങനെയല്ലോ. അപ്പൊ ഇത് വേദക്കാർക്കുള്ളത് നമുക്ക് ബാധകാണ്, മൊത്തം മനുഷ്യന്മാരോട് പറയണത് നമുക്ക് ബാധകാണ്. നമ്മളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥാനം എവിടെ എന്നതിനനുസരിച്ചാണ് ഇതൊക്കെ നമുക്ക് ബാധകമാവുന്നതും ബാധകമാകാത്തതും. പറയുക ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാ അല്ലാഹുവിൽ, വമാ ഉൻസില ഇറക്കപ്പെട്ടതിലും, അലൈനാ ഞങ്ങൾക്ക്, വമാ ഉൻസില ഇറക്കപ്പെട്ടതിലും, അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്, യാക്കൂബിന്റെ സന്തതികൾക്കും. ബാക്കിയുള്ളതിന്റെ അർത്ഥം പറയണ്ടല്ലോ, ഇബ്രാഹിമ എന്നുള്ളതിന്റെ അർത്ഥം പറയണം വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാലോ. വമാ ഊത്തിയ നൽകപ്പെട്ടതിലും, മൂസ വ ഈസ വന്നബിയൂൻ മറ്റ് നബിമാർക്കും,
മിർ റബ്ബിഹിം തങ്ങളുടെ നാഥനിൽ നിന്ന്, മൂസാക്കും ഈസാക്കും മറ്റു നബിമാർക്കും ഇറക്കപ്പെട്ടതിൽ എന്നല്ല പറഞ്ഞത്, നൽകിയത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞതോ ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും യാക്കൂബ് സന്തതികൾക്കും ഇറക്കപ്പെട്ടതിലും, പിന്നെ മൂസാക്കും ഈസാക്കും മറ്റു നബിമാർക്കും നൽകപ്പെട്ടതിലും അതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഇറക്കപ്പെട്ടു എന്ന് പറയുന്നത് നിയമങ്ങളും വേദവും കിതാബും ഒക്കെയാണ്. നൽകപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകൾ ഉൾപ്പെടെയാണ്. വടി നിലത്തിട്ടാ പാമ്പാവുക, ആരെ മുഅ്ജിസത്താ? മൂസാ നബിന്. പാണ്ഡുരോഗിനെ സുഖപ്പെടുത്തുക ഈസാ നബിന്. കളിമണ്ണ് കൊണ്ട് കിളീനെ ഉണ്ടാക്കിയിട്ട് പറപ്പിക്കുക, ഇതൊക്കെ ആരാണ്? അപ്പൊ ഇങ്ങനെ ഉള്ള മുഅ്ജിസത്തുകളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല, ബൈന അഹദിൻ മിൻഹും അവരിൽ പെട്ട ഒരാൾക്കിടയിലും, വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ പൂർവികരായ ഈ വേദക്കാരായ ആൾക്കാരൊക്കെ ചെയ്തത്, അവർക്ക് ഇഷ്ടപ്പെട്ട ചരിത്രം അവർ സ്വീകരിക്കും, അല്ലാത്തത് തള്ളിക്കളയും. അവർക്ക് ഇഷ്ടപ്പെട്ട ചില നബിമാരെ ആൾക്കാരാവും, മറ്റു നബിമാരെ തള്ളിക്കളയും, അല്ലെ? എന്നാൽ മുസ്ലിങ്ങൾ പറയേണ്ടത്, ഞങ്ങൾ ഇവരെല്ലാവരിലും എന്താണ്? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കുകയില്ല. ഈ മുഅ്ജിസത്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മൂസാ നബിക്കുള്ള മുഅ്ജിസത്ത് മൂസാ നബിക്ക് മാത്രമുള്ളതാണ്. നമ്മക്കായിരിക്കും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അയ്യോ, നമുക്കൊരു വടി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട പാമ്പാവോ? നീ നമ്മൾ അഥവാ വടി ഉണ്ടാക്കി മാജിക് കാണിച്ച് പാമ്പാക്കിയാൽ തന്നെ മുഅ്ജിസത്താവോ? ഇല്ല. ഈസാ നബിന്റെ മുഅ്ജിസത്തും അങ്ങനെയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത മുഅ്ജിസത്താണ് ഖുർആൻ. അത് ഉമ്മത്തിന് മുഴുവനായിട്ടും ആ മുഅ്ജിസത്ത് തന്നിരിക്കുകയാണ്. ആ മുഅ്ജിസത്ത് നമുക്ക് പഠിക്കാം, നമുക്ക് പ്രയോഗിക്കാം. ഇത് വേറെ നബിമാരുടെ അനുയായികൾക്കൊന്നും കിട്ടാത്ത കാര്യമാണ്. മൂസാ നബിന്റെ ശിഷ്യന്മാരുടെ വടിയും നിലത്തിട്ടാ പാമ്പാവൂല. ഈസാ നബിയുടെ ശിഷ്യന്മാര് മരിച്ചവരെ ജീവിപ്പിക്കൂല. അതേ സമയത്ത് മുഹമ്മദ് നബിക്ക് കിട്ടിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും സാധിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയേണ്ടത്, ഞങ്ങൾ പൂർവികരായ മുഴുവൻ നബിമാർക്ക് ഇറക്കിയതിലും വിശ്വസിക്കുന്നു, അവർക്ക് നൽകപ്പെട്ടതിലും വിശ്വസിക്കുന്നു, അവർക്കിടയിൽ യാതൊരു വിവേചനവും ഞങ്ങൾ കാണിക്കുകയില്ല എന്നാണ്. ഇനി ഒരു പ്രസ്താവനയാണ്. അതെന്താന്ന് വെച്ചാൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൈറൽ ഇസ്ലാം ഇസ്ലാം അല്ലാത്തതിനെ ദീനൻ ജീവിത വ്യവസ്ഥയായിട്ട്, ഫലൻ യുഖ്ബല മിൻഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ അവൻ പരലോകത്ത് നഷ്ടം പറ്റിയവരും ആയിരിക്കും. ആരെങ്കിലും ഒരാള് ഇസ്ലാം ദീനിനെ അല്ലാതെ ജീവിത വ്യവസ്ഥയായിട്ട് മറ്റു വല്ലതിനെയും സ്വീകരിച്ചാൽ, ഇപ്പൊ ഒരാൾക്ക് പറയാ, ഞാൻ ഗാന്ധിയൻ മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറയാ, ഗാന്ധിസം ഇത്ര നല്ലൊരു ഇസാണത്, ലോകത്ത് വളരെ ഭയങ്കര സംഭവമാണത് എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി ഗാന്ധിയനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു സാമ്പത്തിക വീക്ഷണം, ആ സാമ്പത്തിക വീക്ഷണം ഇസ്ലാമിൻ്റെതല്ല. ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു സാമൂഹ്യ പ്രവർത്തന ശൈലിയുണ്ട്, അത് അദ്ദേഹത്തിൻ്റെതായ ശൈലിയാണ്. അങ്ങനെ മൗലികതയുള്ള ശൈലി ഉണ്ട് എന്നതുകൊണ്ടാണ് ഗാന്ധി മഹാത്മയാകുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയാണ്, ഒരു മുഖത്ത് അടി കിട്ടിയാല് മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഒരു മുഖത്ത് അടി കിട്ടിയാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന്
ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം പറയുന്നത് ആദ്യം തന്നെ അടി കിട്ടാണ്ട് നോക്കണം. ഇനി അഥവാ ഒന്ന് കിട്ടിയാൽ രണ്ടാമത്തത് കിട്ടുന്നതിന്റെ മുമ്പേ ചുരുങ്ങിയത് അവിടുന്ന് പോവെന്നെങ്കിലും വേണം. ഹദീസിലുള്ളത് ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് ഒന്നിലധികം തവണ പാമ്പ് കടി ഏൽക്കുകയില്ല എന്ന്. അല്ലാണ്ട് ഏതായാലും കടിച്ചല്ലേ എന്നാ മറ്റേ കാലം കൂടി അങ്ങോട്ട് നീട്ടി കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഇസ്ലാമിൽ. ഒന്ന് തല്ലുള്ളാതെ നോക്കണം, രണ്ട് തല്ല് കൊള്ളുമ്പോൾ പ്രതിരോധിക്കണം. അതിനുള്ള ആവതില്ലെങ്കിൽ തൽക്കാലം തല്ല് കൊള്ളുന്നിടത്ത് പോകാതിരിക്കെങ്കിലും വേണം. അല്ലാതെ പിന്നെ ഒന്നല്ല അടിച്ചു നിങ്ങൾ ഇവിടെയും കൂടി അങ്ങ് അടിച്ചാളി എന്നാ ഒരു ബാലൻസ് ആയി കിട്ടും എന്ന് പറയുന്ന ഗാന്ധിസം ഇസ്ലാമല്ല. നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു സംഗതിയായിട്ട് തോന്നും, പക്ഷേ ആ തോന്നൽ വളരെ കുറഞ്ഞ കാലത്തൊക്കെ തോന്നുള്ളൂ. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് അവതാളത്തിലായി പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് പറഞ്ഞു. ഖുർആനാണ്. പ്രതിക്രിയയിൽ ജീവിതമുണ്ട്. പ്രതിക്രിയ ഇല്ലെങ്കിൽ ജീവിതം ഉണ്ടാവൂല എന്നാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ല ജീവിത വ്യവസ്ഥയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തോളി. പക്ഷേ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അള്ളാഹ് അത് സ്വീകരിക്കൂല എന്ന് മാത്രല്ല അവർ പരലോകത്ത് നഷ്ടം പറ്റിയവരായിരിക്കും. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതുമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്സലാമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹ വഇലൈഹി യുർജഊൻ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നിരിക്കെ ഓൽക്കൊന്നും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തത് അവരെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും മഹാനവറുകളല്ല, അള്ളാഹ് തന്നെയാണ്. ആ അള്ളാഹു തന്നെ നമുക്കും വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങോ വേറെ ഒരു ജീവിത രീതിയോ അല്ല. ആകാശത്തും ഭൂമിയിലുമുള്ള സകലതിന്റെയും കൂടെ ചേർന്ന് നിന്നു കൊടുക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെടുന്നതാണ് മൃഗങ്ങളും പക്ഷികളും നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകല ജന്തുക്കളും ജീവികളും ജീവനില്ലാത്തവയും. അപ്പോ സൂര്യനും ചന്ദ്രനൊന്നും ജീവനില്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജീവനില്ലല്ലോ. അപ്പൊ അതും അള്ളാഹുവിനെ അനുസരിക്കും. എങ്കിൽ ആ അനുസരണത്തിലേക്ക്, ആ കീഴ്വണക്കത്തിലേക്ക് നമ്മളും എന്ത് ചെയ്യാ, ചേർന്ന് നിൽക്കുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ശരി, അത് മതി. ഇനി നമുക്ക് അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ പൂർണ്ണമായും കരസ്ഥമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.